ഏറ്റവും പ്രധാനമായ നികുതി പ്രഖ്യാപനത്തിലേക്ക് രാജ്യം പോവുകയാണ്. 11 മണിക്കാണ് സംയുക്ത പാർലമെന്റ് സമ്മേളനം തുടങ്ങുക. പാതിരാവിലെ ആഘോഷം ബഹിഷ്കരിക്കുകയാണെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് നേരത്തെ പറഞ്ഞത്. ശ്രീ CP ജോൺ, ശ്രീ JR പത്മകുമാർ, ശ്രീ P രാജീവ് എന്നിവർ തുടരുന്നു. ശ്രീ പത്മകുമാർ, ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഉത്പാദക വാണിജ്യ വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരേപോലെ വിൻ-വിൻ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായം സാധ്യമാണോ യഥാർത്ഥത്തിൽ? ഈ നികുതി ഉള്ള കുറവ് ഏറ്റവും താഴെയുള്ള ഉപഭോക്താക്കളിലേക്ക് എത്തും എന്നെന്ത് ഉറപ്പാണ് ഇപ്പോഴുള്ളത് ശ്രീ പത്മകുമാർ? അല്ല, അത് ഇപ്പം ഇതിൽ തന്നെ ഒരു ആൻറ്റി പ്രോഫിറ്റേറിയൻ മെക്കാനിസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ഇപ്പം നിലവിലുള്ള MRPയിൽ കൂടുതൽ ഒരു സാധനത്തിനും വില കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അത് വരുമ്പോൾ നമുക്കതൊരു പ്രതീക്ഷയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രായോഗിക തലത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ GST കൗൺസിലിൻ്റെ ആദ്യമല്ല, ഓരോ മാസം ഇന്ന് തന്നെ വളത്തിൻ്റെത് 12% ഇന്ന് അടിയന്തരമായി മീറ്റിംഗ് കൂടിയാണ് 5% അങ്ങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവായി ഒരു നികുതി സമ്പ്രദായം ഏകീകരിക്കുക എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അതിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. ഈ പറഞ്ഞതുപോലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നികുതി ഘടന ഉള്ളത് കൊണ്ട് ചിലയിടത്ത് ഏറ്റക്കുറച്ചിലാണ്, ചിലർക്ക് അനുകൂലമായിട്ട് വരും. പക്ഷേ സ്വാഭാവികമായിട്ടും മാനുഫാക്ചറിങ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അതിനാണ് 2020 വരെ കോമ്പൻസേറ്റ് ചെയ്യാൻ അവർക്കുണ്ടാകുന്ന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാനുള്ളതിൽ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പാസ് ഓവർ ചെയ്യാൻ പറ്റുന്നതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രശ്നം. അതിൽ 15/12/2014 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ സംസ്ഥാനം എന്താ പറഞ്ഞത്? സംസ്ഥാനം പറഞ്ഞ് പറ്റില്ല. അല്ല, അത് വരുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ സെൻട്രലുണ്ട്. എന്നിട്ട് പോലും സംസ്ഥാനം സാധാരണക്കാരന് ഗുണകരമാകുന്നുള്ള കാര്യം വേണ്ടാന്ന് പറഞ്ഞു. P രാജീവ്, ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്ത്യ യങ് പ്രതിനിധികളുമായി സംസാരിക്കുകയുണ്ടായി, ചർച്ച നടത്തുകയുണ്ടായല്ലോ. അഭ്യർത്ഥിക്കുകയാണ് ഈ നികുതി കുറവിൻ്റെ ഗുണഫലം ഉപഭോക്താക്കളിലേക്ക് എത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ധനമന്ത്രി ചെയ്യുന്നത്. ഇപ്പോൾ സിമന്റിൻ്റെ അടിസ്ഥാന വില ഉയർത്താനുള്ള തീരുമാനമുണ്ടാകുന്നു. വിതരണക്കാർ കൂടുതൽ മാർജിൻ ആവശ്യപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ തന്നെ ഓരോ ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിലും അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ലേ? ഏറ്റവും ബേസിക് ഉപഭോക്താവിലേക്ക് ഇതിൻ്റെ ഗുണമെത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് സമിതി എത്രമേൽ ഫലപ്രദമാകും ശ്രീ P രാജീവ്? അല്ല, ഇത്തരത്തിലുള്ള പല സമിതികളും പല ഘട്ടത്തിലും നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പല നിയമങ്ങൾക്കകത്തും ചട്ടങ്ങൾക്കകത്തും പല സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, രാജ്യത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതെത്രമാത്രം ഫലപ്രദമായിരുന്നു എന്നൊരു വിലയിരുത്തൽ നടത്തേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട സിമൻറ്റിൻ്റെ അടിസ്ഥാന വില ഉയരുന്നു. സിമൻറ്റ് മേഖലയ്ക്കകത്ത് മൊണോപ്പോളിയായി നിൽക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദക സംഘടനകളാണ്. നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള സംഘടനകൾ പല മേഖലകൾക്കകത്തും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം മേഖലകൾക്കകത്ത് ഇടപെട്ടുകൊണ്ട് നികുതി ഘടനയ്ക്കകത്ത് ഇപ്പോൾ വരുന്ന മാറ്റം നേരിട്ട് ഉപഭോക്താവിലേക്ക് ഗുണപ്രദമായി എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ സംവിധാനങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയെല്ലാം പ്രഖ്യാപനങ്ങളുണ്ടെങ്കിലും ധനമന്ത്രി അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും അതിന് നേരെ എതിരായിട്ടുള്ള പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് എല്ലാ തലങ്ങളിലുമുള്ള വ്യാപാരികളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം ആശങ്കയിലാണ്. ഏത് രൂപത്തിലേക്കാണ് ഇത് പോകുന്നത്, അവരുടെ സംവിധാനങ്ങൾ എത്രമാത്രം കാര്യക്ഷമമാണ്, ഓരോ ഘട്ടങ്ങളിലും നികുതിയുടെ കൈമാറലുകൾ എങ്ങനെ സംഭവിക്കും, ഇത് സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശങ്ക വില കയറ്റത്തിലേക്ക് പ്രതിഫലിക്കാനാണ് ഇടയുള്ളത്. ലോകത്ത് പല രാജ്യങ്ങൾക്കകത്തും ഏകീകൃതമായ നികുതി ഘടന വന്നതിന് ശേഷം വില വല്ലാതെ കയറിയുമുള്ളതാണ് അനുഭവം. ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി പാർലമെൻറ്റിനകത്ത് പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മെക്കാനിസം GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുമ്പോൾ ഇന്ത്യക്കകത്തും വന്നിട്ടില്ല. ഇന്ത്യയിലാണെങ്കിൽ കുറേ കൂടി സങ്കീർണമാണ് സ്ഥിതിഗതികൾ. ചെറിയ സമ്പദ്ഘടനയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ വൈവിധ്യവും നമ്മുടെ സംസ്ഥാനങ്ങളുടെ വൈവിധ്യമായ സ്വഭാവങ്ങൾ, സമ്പദ്ഘടനയുടെ ഉൽപ്പാദന മേഖലയുടെ വ്യത്യസ്തത, ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ കുറേ കൂടി മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണേണ്ടതുണ്ട്. ആഗോള വിപണി തന്നെയാണ് വില നിശ്ചയിക്കുക. എക്കാലവും അത് അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. ഈ GST വിചാരിച്ചാൽ അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല, VAT കൊണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നികുതി സംവിധാനം കൊണ്ടും അവരെ നിയന്ത്രിക്കാൻ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ കഴിയും വയ്യ. ഇപ്പോൾ ചെറുകിടക്കാരെ തകർത്തുകൊണ്ട് ഈ വൻകിടക്കാർ കൂടുതൽ ശക്തരാവാനും പോകുന്നു. ഈ നികുതി ഘടന മാറ്റത്തിൻ്റെ ഗുണഫലം സാധാരണ ഉപഭോക്താവിലേക്ക് എത്തും എന്ന് കരുതുന്നത് അമിത ആത്മവിശ്വാസമായി പോകുമോ ശ്രീ CP ജോൺ? ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ GST ഒരൊറ്റമൂല്യമൊന്നുമല്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അങ്ങനെ ഗവൺമെൻറ് ഒരു ക്യാമ്പയിൻ BJP ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൂമറാങ്ങിയാണ് ചെയ്യുക.
എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പോലെ ആവും. അതുകൊണ്ട് ഈ GST അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഏകനികുതി ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകനികുതി പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് GST വന്നാൽ GST വന്നതിൻ്റെ ഒരു ഗുണമുണ്ടാവും. അതുപോലെ തന്നെ GST വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനമായിട്ട് എല്ലാവരും ഒരു കോൺസെൻസസ് പോലെ ഇന്നത്തെ ഈ ഡിബേറ്റിൽ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് ചെറുകിട ഉൽപ്പാദകരുടെ പ്രശ്നം വളരെ ഗൗരവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ സംസ്ഥാനങ്ങളുടെ അധികാരം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. സത്യത്തിൽ ഇന്നിപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ഇല്ല, ഞാൻ പറഞ്ഞത് അത് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ പവർ പോലും വാസ്തവത്തിൽ ഈ കോർപ്പറേഷൻ്റെ അധികാരം പോലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇല്ലാത്ത ഒരു ടാക്സ് ബാൻ എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്ന ഐസക്ക് അങ്ങനെയെങ്കിൽ കുറച്ചെങ്കിലും ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം ഇതുകൊണ്ട് തീരുമോ? ഇത് ടാക്സിൻ്റെ പ്രശ്നമേ തരൂ. വില നിശ്ചയിക്കപ്പെട്ടതിൻ്റെ പുറത്തുള്ള ടാക്സാണ്. അല്ലാതെ ഇപ്പം ഞാൻ മാരുതി കാർ അല്ലെങ്കിൽ എന്തോ XY ഒരു കാറ്, ആ കാറുണ്ടാക്കി ഈ കാറിൻ്റെ വില 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാക്സ് എത്രയാണെന്നേ ഗവൺമെൻറ് പറയുന്നുള്ളൂ. അതല്ലാതെ ഈ കാറിൻ്റെ വില എത്രയാണെന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് MRP ഇപ്പോൾ ഇവിടെ ടാക്സ് കുറയുമ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൈസ് ഫിക്സേഷൻ്റെ കാര്യത്തിൽ കൂടി, ഇപ്പോൾ ടാക്സ് ഫിക്സേഷൻ്റെ കാര്യത്തിൽ ഒരു ഏകൃത സംബന്ധം ഉണ്ടായ പോലെ തന്നെ പ്രൈസ് ഫിക്സേഷനിൽ വരണം. അതുപോലെ തന്നെ ഒരു കാര്യം ഗവൺമെൻറ് ചെയ്യാമായിരുന്നു, ഇനിയും ചെയ്യാം. ഇപ്പോൾ ചെറുകിട ആയിട്ടുള്ള ആൾക്കാരുണ്ടാക്കുന്ന കൈകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ടാക്സ് ഇല്ല എന്ന് തീരുമാനിക്കാമല്ലോ. ഇപ്പോൾ ഞാൻ ഇടപെട്ട ഒരു വിഷയമാണ്. ഞാൻ ബാംബു മിഷൻ്റെ ചെയർമാനായ സമയത്ത് മുളയും ചൂരലും കൈകൊണ്ടുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ബീഡി കൈകൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒന്നിനും ഇന്ത്യയിൽ എവിടെയും ടാക്സ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ 100,000 കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നെയ്ത്തുകാർക്ക് കൈകൊണ്ട് നെയ്യുന്നവർക്ക് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചർച്ച ചെയ്യപ്പെടാവുന്നുള്ളൊരു കാര്യമാണ്, ചർച്ച ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ പിന്നെ ഇത് എല്ലാത്തിനും GST പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു പരിഹാരം എന്നുള്ളതിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചു വാറ്റ് വന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ സ്വർണത്തിൻ്റെ നികുതി എത്ര? 5% ആണ്. ഇവിടെ വിൽക്കുന്നത് എത്ര? 80,000 കോടി രൂപയുടെ ഒരു ബിസിനസ് ഒരു വർഷം നടക്കുന്നു. നോർമലി 4,000 കോടി രൂപ വരണം, 5%. 350 കോടി അല്ലെങ്കിൽ 450 കോടി ഇതുവരെ വന്നിട്ടില്ല. അതേസമയം അത് ലഘൂകരിച്ചുകൊണ്ടിരാൻ കാര്യം റിട്ടേൺ കൊടുക്കുമ്പോഴത്തേക്ക് സപ്ലൈ കൊടുക്കണം, ഔട്ട്പുട്ട് സപ്ലൈ കൊടുക്കണം. 11 മണിക്ക് തുടങ്ങിയാണ് പാർലമെന്റ് സമ്മേളനം. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ വരുമ്പോൾ തന്നെ